എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കഥയിൽ ഞാൻ പറഞ്ഞിരുന്നു, വീണ്ടും ഇതുപോലെ ഉന്നത വിജയം നേടിയ മഹത് വ്യക്തികളുടെ കഥ പറയാവുന്ന അങ്ങനെ ഒരു കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്കത് കേട്ടു നോക്കാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിയ ആ കഥ. ഇന്ത്യയിലെ 100 കോടിയിൽ പരം ജനങ്ങൾക്ക് ഒരു നല്ല നാളെയെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള ധൈര്യം പകർന്നു നൽകുന്ന മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. മദ്രാസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും എയറോനോട്ടിക് എഞ്ചിനീയറിംഗിൽ മികച്ച നിലയിൽ പാസ്സായതിനു ശേഷം അദ്ദേഹം തൻ്റെ ജ്വലിക്കുന്ന ആഗ്രഹവുമായി ഡെറാഡൂണിലെ എയർഫോഴ്സ് സെലക്ഷൻ ബോർഡിൻ്റെ മുന്നിൽ ഇൻ്റർവ്യൂവിന് ഹാജരായി. ഒരു വൈമാനികനാകുക എന്ന ജ്വലിക്കുന്ന ആഗ്രഹവുമായി തൻ്റെ മുന്നിലിരിക്കുന്ന ഉദ്യോഗാർത്ഥിയോട് ഇൻ്റർ ബോർഡിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ക്ഷമിക്കണം, താങ്കൾ പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം താങ്കൾക്ക് മികച്ച വ്യക്തിത്വമില്ല. ആരോടാണ് ഈ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? APJ അബ്ദുൽ കലാമിനോട്. തൻ്റെ ഇത്രയും നാളത്തെ അധ്വാനം, തൻ്റെ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ, അധ്യാപകരുടെ ആശീർവാദങ്ങൾ എല്ലാം തകർന്നടിഞ്ഞ നിമിഷം അദ്ദേഹം ആകെ തളർന്നുപോയി. അവിടെ നിന്നും അദ്ദേഹം ഋഷികേശിലേക്ക് യാത്ര ചെയ്തു. പക്ഷേ അവിടെ വെച്ച് അദ്ദേഹം ശിവാനന്ദ എന്നൊരാചാര്യനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ കാര്യങ്ങളൊക്കെ, സങ്കടങ്ങളൊക്കെ പറഞ്ഞു. ഹൃദയത്തിലെ ഉത്കടമായ ആഗ്രഹങ്ങൾ വൈദ്യുത കാന്തിക ഊർജം സൃഷ്ടിക്കുമെന്നത് സൂര്യൻ ഉദിക്കുന്ന പോലെ തീർച്ചയുള്ള കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് നീ ഈ പരാജയമൊക്കെ മറന്നേക്കൂ. നിനക്ക് വിധിച്ചത് മറ്റൊന്നാണ്. സധൈര്യം മുന്നോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ശേഷം ചരിത്രം തെളിയിച്ച ഭാരതത്തിൻ്റെ അഗ്നിച്ചിറകുകളുമായി തങ്ങളുടെ മുന്നിലിരുന്ന യുവാവിൻ്റെ പേഴ്സണാലിറ്റി അളന്നപ്പോൾ തെറ്റുപറ്റിയ ഇൻ്റർ ബോർഡിന് പിന്നീട് പശ്ചാത്താപം തോന്നിയിട്ടുണ്ടാകും. അതിനുശേഷം സന്തോഷവും. കാരണം എന്തുകൊണ്ടാണ്? അതുകൊണ്ടായിരുന്നല്ലോ ഭാരതത്തിൽ അഗ്നിച്ചിറകുകളുള്ള ഒരു പുത്രനെ ലഭിച്ചത് അല്ലേ ഭാരതത്തിന്. അദ്ദേഹം എത്രമാത്രം ഉയർന്നു! അതെ, ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും ഉള്ളിടത്തോളം കാലം നമ്മെ തോൽപ്പിക്കാൻ ഒന്നിനുമാകില്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്മുടെ പ്രവൃത്തിയിൽ എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന മുന്നറിയിപ്പാണ് പരാജയം. ചിന്തിക്കുന്നവർ തെറ്റിൻ്റെ കാരണം കണ്ടുപിടിച്ച് മുന്നേറുന്നു. ലഭിക്കുന്നതോ വലിയൊരു വിജയമായിരിക്കും. അതുകൊണ്ട് പരാജയം ഒരിക്കലും ഉണ്ടായാലും നിങ്ങൾ തളരരുത്. നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിങ്ങൾ അതിനെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. ഇതാണ് ഞാൻ ഇന്ന് പറയാമെന്ന് പറഞ്ഞ കഥ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും. നിങ്ങളെല്ലാം ഇത് കേൾക്കണം, ഷെയർ ചെയ്യണം. വീണ്ടും ഇതുപോലൊരു കഥയുമായി താമസിക്കാതെ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.